ഹായ് ഓൾ, ദിസ് ഇസ് ട്യൂസ്ഡേ മോർണിംഗ്. ഇന്നലെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ്. ആ പിക്ചറിനുള്ളിൽ തന്നെ ലൈറ്റ് ഉണ്ട് കേട്ടോ. അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഞാനൊരു 4 ഫ്ലവേഴ്സ് മേടിച്ചിരുന്നു. വെറൈറ്റി നോക്കി മേടിച്ചതാണ്. ദേ ഈ ഗ്ലാസിന്റെ ഒരു കാൻഡിൽ സ്റ്റാൻഡ്, പിന്നെ ബൈബിള് വെക്കാനായിട്ടുള്ളൊരു സ്റ്റാൻഡും ബൈബിളും. ഇവിടുത്തെ ബൈബിള് നന്നായിട്ട് പഴകി, കളറൊക്കെ നല്ല രീതിയിൽ ഫെയ്ഡായി, സൈഡിലും ഫ്രണ്ടിലും ഒക്കെ. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. പുതിയതായിട്ട് കിച്ചണിൽ 2-3 പേരുണ്ട്. കറിച്ചട്ടികളാണ്. ഈ ചെറിയ കറിച്ചട്ടി ഞാൻ ഓണത്തിന് ഇഞ്ചിക്കറി വെക്കാൻ മേടിച്ചതാണ്. ഞാൻ ഇങ്ങനെയാണ് കറിച്ചട്ടികൾ മയക്കി എടുക്കുന്നത്. അതിന് മീതെ വരെ നല്ല രീതിക്ക് വെള്ളം വെക്കും. എന്നിട്ട് ഇതുപോലെ തേയിലയിട്ട് തിളപ്പിക്കും. 1-2 ദിവസം ഇതിങ്ങനെ വീണ്ടും തിളപ്പിക്കുകയും തണുപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഇതിൻ്റെ അകത്തുനിന്ന് ഈ കടുംചായ ഞാൻ മാറ്റത്തില്ല, അങ്ങനെ വെച്ചിരിക്കും ഈ ഒരു 3 ദിവസം വരെ. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് തണുത്ത വെള്ളം കുടിക്കാം. അതിനായിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ഒരു ജഗ്. നല്ല രസമുണ്ട്, അത് കാണാനായാലും അതിനകത്തിരിക്കുന്ന വെള്ളം കുടിക്കാനായാലും. ഇത് വേണമെങ്കിൽ നാളെ ഉപയോഗിക്കാനായിട്ട് ഇന്ന് രാത്രി ഇതുപോലെ കട്ടൻ തിളപ്പിച്ച് രാവിലെ ആകുമ്പോൾ കഴുകി കളഞ്ഞിട്ടും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതെന്തായാലും ഒരു 2-3 ദിവസം വെക്കുന്നുണ്ട്. എനിക്കിപ്പോൾ സമയമുണ്ട്, അത്ര അത്യാവശ്യമില്ല. ഞാൻ ഡ്രസ്സ് കാണിക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് കറണ്ട് പോയി കേട്ടോ. പാൻസിൻ്റെ ലിങ്ക് ഞാൻ മുമ്പും കൊടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ആംഗിൾ ലെങ്ത് ആയിട്ട് ഇത് കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. പച്ചകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചയാണ് ഈ പയറ് പച്ച. ചോറും മീൻകറിയും ഒക്കെ അമ്മ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ചീരത്തോരനും ഉണ്ടാക്കണം, മീൻ വറുക്കുകയും ചെയ്യണം. ചുവന്ന മീനും കോലൻ മത്തിയും ഒക്കെയാണ് ഇന്ന് മീനായിട്ട് ഇവിടെ കിട്ടിയത്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് കറിയും ആക്കി, ഒരു മത്തിയും കുറച്ച് ചുവന്ന മീനും പിന്നെ മത്തിയുടെ അകത്തുണ്ടായിരുന്ന മുട്ടയും പളങ്കും എല്ലാം കൂടെ വറുക്കാനായിട്ട് വെച്ചു. ലുലുന്ന് അന്ന് മേടിച്ച ചീര ഞാൻ ഇന്നാണ് കറിയാക്കുന്നത്. ഒരു ദിവസം മുഴുവൻ അത് ഫ്രിഡ്ജിലിരുന്നു. ഇടയ്ക്ക് നമുക്ക് ഈ ഫംഗ്ഷനൊക്കെ വന്നതുകൊണ്ടാണ്. എപ്പോഴും ചീരയൊക്കെ മേടിക്കുമ്പോൾ തൊട്ട് അടുത്ത ദിവസം തന്നെ അത് തോരനാക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. തോരൻ റെഡിയായപ്പോഴേക്ക് മീനൊക്കെ തിരിച്ചിടാൻ പരുവായിട്ടുണ്ടായിരുന്നു. ചോറും കറിയും റെഡിയായപ്പോഴേക്ക് അതിൻ്റെ വീഡിയോ എടുക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നു. ഇതിപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ബാക്കിയുള്ള കറിയാണ്. ഇതാണ് അമ്മ വെച്ച കറി. ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ രൂപങ്ങളൊക്കെ മേടിക്കാനായിട്ട് കൊല്ലത്ത് പോയപ്പോൾ ഞാനും മിനി ആൻറ്റിയും ഹോൾസെയിൽ കടയിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ക്ലോത്ത് മെറ്റീരിയൽസ് ഒക്കെ മേടിച്ച് വെച്ചിരുന്നു. ഞങ്ങൾ 2 വീലറിൽ പോയതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാനും ലൂസും അനുവും കൂടെ പോയി ബില്ലൊക്കെ കാണിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ XL, XXL സ്റ്റിക്കേഴ്സ് ഒക്കെ കൂടെ മേടിക്കണമായിരുന്നു. എനിക്കാണെങ്കിൽ സാധാ സൂചി, മിഷ്യൻ സൂചി, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഈ ചിന്നക്കടയിലുള്ള സകല പച്ചക്കറി കടകളിലും കയറി പാൽമുളക് ചോദിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. ഇവിടെയും കിട്ടിയില്ല. പിന്നെ വേണ്ടതാണെന്ന് തോന്നിയ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടുന്ന് ലൈറ്റായിട്ട് ഫുഡ് മേടിച്ച് നേരെ ആശ്രമത്ത് വന്ന് ഓരോ കള്ളുസോഡ കുടിച്ചു. ഇതിന് കള്ളുസോഡ എന്ന് പേരുണ്ടെങ്കിലും അതൊരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ്. വാവായതുകൊണ്ട് തന്നെ ബലിയിടാനുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ കാറ്റത്ത് കൊടയൊടിഞ്ഞു പോയിരുന്നു. അതൊരെണ്ണം കൂടെ പുതിയത് മേടിച്ചു. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.